ഉണ്ടാക്കുന്നത്. ഉം. 10 കേസുകളുണ്ട്. 10 കേസ് ഉണ്ടായിക്കോട്ടെ, അതൊന്നും പ്രശ്നമില്ല. അതിപ്പം അമിത്ഷായാലും പിണറായി വിജയൻ വിചാരിച്ചാലും നമ്മളൊന്നും ചെയ്യാൻ കഴിയില്ല, അത് പറയാനും. പക്ഷെ ഞാൻ പറയാനുള്ളത്, തുരങ്കപാതയിലൂടെ അവിടെ റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. ഒട്ടേറെ സ്ഥലങ്ങള് ബിനാമി പേരുകളിൽ സ്വന്തമാക്കിയിട്ടുണ്ട് ആളുകൾ, തുരങ്കപാത വരുന്നത്. അപ്പൊ ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോ പിന്നെ പിണറായി വിജയന്റെ പണമുണ്ടാക്കാനുള്ള, മരുമോന് ഭാവി സുരക്ഷിതമാക്കാനുള്ള പരിപാടിയാണെന്ന് നമുക്ക് മനസ്സിലാകും. ആളുകൾ പ്രതികരിക്കണം. കാരണം ദുരന്ത മേഖലയിലാണ് തുരങ്കം ഉണ്ടാകുന്നത്. ആളുകളെ ഒഴിപ്പിക്കുന്നതിന്റെ കാരണം പറയുന്നത് അവിടെ ഈ ദുരന്തം ഉണ്ടാവും, പ്രശ്നം ഉണ്ടാവും. അവിടുന്ന് ആളുകളെ ഒഴിപ്പിക്കുമ്പോൾ ആ ഒരു ഇതും പറഞ്ഞിട്ടാണ് ഒഴിപ്പിക്കുന്നത്. ഇപ്പൊ തുരങ്കം ഉണ്ടാക്കുമ്പോൾ ഈ പ്രശ്നമൊന്നും ഇല്ലേ, റിസോർട്ടുകൾ ഉണ്ടാക്കുമ്പോൾ ഈ പ്രശ്നമില്ല. അപ്പൊ റിസോർട്ട് മാഫിയ പിടിമുറുക്കിയിട്ടുള്ള ഒരു മേഖലയിലാണ് ഈ പറയുന്ന തുരങ്കപാത വരുന്നത്. അപ്പൊ അവരുടെ താല്പര്യം നമുക്ക് വളരെ വ്യക്തമാണ്. ഈ കേസുകളെ പറ്റിയിട്ട് എന്താ പറയാ? ഇപ്പൊ നിലവിലെ കേസുകളെ പറ്റി എന്താ പറയാ? കേസുകൾ ഇല്ല,